1945 പ്രവർത്തനം ആരംഭിച്ച ഒരു തിയേറ്റർ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തിയേറ്ററിൽ അന്ന് സിനിമയുടെ ഒപ്പം ഗുസ്തി നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഗുസ്തി എന്ന് പറഞ്ഞാൽ നിസ്സാര ഗുസ്തിയൊന്നും അല്ല. അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഗംഭീര ഫയൽവാന്മാർ, അതുപോലെ തന്നെ ലേഡീസ് ആയിട്ടുള്ള എന്താ പറഞ്ഞാൽ അവർക്ക് ഫയൽവാത്തികൾ, അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അന്യായ ഗുസ്തി, ഗാട്ട ഗുസ്തി അഭ്യാസങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു തിയേറ്റർ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലായുടെ സ്വന്തം യൂണിവേഴ്സൽ തിയേറ്ററാണ്. പാലായിലെ ആദ്യത്തെ തിയേറ്റർ, കേരളത്തിലെ തന്നെ ആദ്യകാല സ്ഥിരം റിലീസ് തിയേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഈ യൂണിവേഴ്സൽ തിയേറ്റർ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, യൂണിവേഴ്സൽ തിയേറ്റർ 1945 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അന്ന് മലയാള സിനിമകൾ റിലീസ് ചെയ്തു തുടങ്ങിയിരുന്നില്ല. ഇംഗ്ലീഷ് സിനിമകളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോൾ സ്ഥിരം ഇംഗ്ലീഷ് സിനിമകൾ കിട്ടാത്തതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ ഇംഗ്ലീഷ് സിനിമകൾക്കുള്ളൊരു അക്സെപ്റ്റൻസ് കുറവുമൊക്കെ കാരണം പലപ്പോഴും ഷോകൾക്ക് ആളില്ലാതാവുകയും അല്ലെങ്കിൽ സിനിമ ഇല്ലാതാവുകയും ചെയ്യുമ്പം ഈ ഒരു വെന്യൂ, അതായത് അന്ന് ഇതൊരു ഓലക്കൊട്ടകയായിരുന്നു, താഴെ പൂഴി മണലൊക്കെ ആയിരുന്നു, ആ ഒരു വെന്യൂവിൽ ഇവർ ഗുസ്തി നടത്തിയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഗുസ്തി ഇങ്ങനെ കാളവണ്ടിയിൽ അനൗൺസ് ചെയ്ത് പോകും. ആ ഗുസ്തി കാണാൻ വേണ്ടിയിട്ട് പല നാടുകളിൽ നിന്ന് ആൾക്കാർ വരും, ഗുസ്തി കാണും. അങ്ങനെ അത് ഒരു ടീമിൻ്റെ ഗുസ്തി കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു ടീമിൻ്റെ ഗുസ്തി വരും, മറ്റ് നാട്ടുകളിൽ നിന്നുള്ള ഗുസ്തി വരും. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കൂടെ നടന്നൊരു ചരിത്രമുള്ള യൂണിവേഴ്സൽ തിയേറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിനെയും ഗുസ്തി വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ തിയേറ്റർ ബാൽക്കണി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കും.